കോഴിക്കോട് ജില്ലയിൽ കിഫ്ബി പദ്ധതിയിൽ നിരവധി ഭൗതിക വികസന പദ്ധതികൾ വന്ന മണ്ഡലമാണ് തിരുവമ്പാടി. തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രം 34 കിലോമീറ്റർ നീളുന്ന മലയോര ഹൈവേയുടെ 3 റീച്ചിലെ റോഡുകളുടെ നിർമ്മാണമാണ് ഇതുവരെ പൂർത്തിയായത്. 195 കോടി രൂപ ചിലവഴിച്ചാണ് 34.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തീകരിച്ചത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയായ മണ്ഡലമാണ് തിരുവമ്പാടി. വിനോദസഞ്ചാര മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ ഏറെ ഭാവിയുള്ള തിരുവമ്പാടി ഉൾപ്പെടുന്ന മലയോര മേഖലയ്ക്ക് പാത മുതൽക്കൂട്ടാകും. കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. പുല്ലൂരാംപാറയിൽ വെച്ച് നിർദ്ദിഷ്ട ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയിലേക്ക് എത്തുന്ന തിരുവമ്പാടി മറിപ്പുഴ റോഡുമായി ചേരും. കക്കാടംപൊയിൽ, ഇലന്തുകടവ്, തുഷാരഗിരി, മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന ഇരുവിഴിഞ്ഞിപ്പുഴ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാത ആഭ്യന്തര വിനോദസഞ്ചാര മേഖലയിൽ പുത്തനുണർവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് തന്നെ റോഡ് ഗതാഗത വികസനത്തിന് ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന മണ്ഡലമാണ് തിരുവമ്പാടിയെന്ന് ലിൻഡോ ജോസഫ് MLA പറയുന്നു. ഒരു 2700 കോടിയുടെ പദ്ധതി കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം തിരുവമ്പാടി മണ്ഡലത്തിന് ലഭ്യമായി. ആ വികസന പദ്ധതികൾ ഒരു 80% പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് കൂടി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വികസിതമായ ഒരു മണ്ഡലമായി തിരുവമ്പാടി മാറുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. സ്ഥലം വിട്ടു നൽകിയവർക്കായി സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു ഇടുങ്ങിയ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ വേണമായിരുന്നു ഇവിടെ എത്തണമെങ്കിൽ. ഇപ്പം കൂടരഞ്ഞിന്ന് ഇവിടെ എത്താൻ 15 മിനിറ്റ് മതി. അതാണ് റോഡ് വന്നതിൻ്റെ സൗകര്യം. പിന്നെ കച്ചവടക്കാർക്കാണേലും നാട്ടുകാർക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരുപോലെ. ഇപ്പം ടൂറിസ്റ്റുകൾക്ക് 36 ടൂറിസ്റ്റ് ബസ് ഒരു ദിവസം ഇവിടെ കയറി വരും. അന്ന് 4 വീലർ ജീപ്പിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലമായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങൾക്കും താഴെ പോകണമായിരുന്നു. ഇപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കോടഞ്ചേരി, പുലിക്കയം, നെല്ലിപ്പൊയിൽ, എലന്തുകടവ്, പുല്ലൂരാംപാറ, പുന്നക്കൽ, കൂടരഞ്ഞി, കരിങ്കുറ്റി, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കുമ്പാറ, മേലെ കുമ്പാറ, താഴെ കക്കാട്, കക്കാടംപൊയിൽ എന്നിവിടങ്ങളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്നതാണ് മലയോര ഹൈവേ. ടൂറിസത്തിന് രംഗത്തൊരു വലിയ ജമ്പിംഗ് ഉണ്ടായത് ഈ റോഡുകളുടെ കണക്ടിവിറ്റി ഉറപ്പാക്കിയതുകൊണ്ടാണ്. ഏത് മേഖലയിലേക്കും ധാരാളം വഴികളും ഏറ്റവും മനോഹരമായ റോഡുകളുണ്ട് എന്നതാണ് തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. കാർഷിക മേഖല ഉണർന്നു. ചരക്ക് നീക്കങ്ങൾ സുഗമമായി. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പത്തിലായി. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖല ഉണരുന്ന സാഹചര്യമുണ്ടായി. സ്ഥലത്തിന് മൂല്യം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. വീട്ടിപ്പാറ, കൂമ്പാറ ഭാഗങ്ങളിൽ 2 പാലങ്ങളും പാതയുടെ ഭാഗമായുണ്ട്. റോഡ് ഗതാഗത സംവിധാനത്തിൽ മണ്ഡലത്തിനുണ്ടായിരുന്ന പതിറ്റാണ്ടുകളുടെ പിന്നോക്കാവസ്ഥയ്ക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. പണ്ടത്തെ റോഡ് ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു കല്ലിൻ്റെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കക്കാടംപൊയിൽ. അന്ന് വാഹനങ്ങൾ ഓഫ് റോഡ് പോകുന്ന പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. 4 വീലർ വണ്ടി മാത്രമേ വരുള്ളായിരുന്നു. ഇന്ന് എല്ലാ വിധത്തിലുള്ള വണ്ടിയും വരുന്നുണ്ട്. എത്ര വില കൂടിയ വണ്ടി, ലക്ഷറി വണ്ടികൾ വരെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഈ റോഡ് വന്നതിൻ്റെ ഭാഗമായി ടൂറിസം മേഖല നല്ല രൂപത്തിൽ വികസിച്ചു. അതിൻ്റെ ഭാഗമായി നിരവധി ടൂറിസ്റ്റ് ബസ്സുകൾ കുട്ടികളെയും കൂട്ടി പല സ്കൂളുകളിൽ നിന്നും 40 വണ്ടികൾ ഇപ്പം കക്കാടംപൊയിൽ ദൈനംദിനം വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ശമനമുണ്ടാവുകയും ചരക്ക് നീക്കം വേഗത്തിലാവുകയും ചെയ്യും. ഇത് തിരുവമ്പാടി മണ്ഡലം ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ വൻ വികസന കുതിപ്പിനാണ് വഴിയൊരുക്കുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.